ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സിമ്പിളായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണേ. ഇത് കുടംപുളിയല്ല കേട്ടോ, വാളംപുളി പിഴിഞ്ഞെടുത്തതാണേ. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പൊക്കെ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർക്കണില്ല. ഇനിതാ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അവലാണേ. ഞാൻ വെള്ളയവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളയവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരമായിട്ട് മട്ടയവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ അവലൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ടല്ല, കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനിതാ നമ്മൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള അവൽ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം 2 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 2 മിനിറ്റ് തന്നെ മതിയാകുമേ. അപ്പോഴേക്കും നമ്മുടെ അവലൊക്കെ ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അവലിൻ്റെ ആ ഒരു കൂട്ടില്ലേ, അതാണ് ചേർക്കണത്. കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇത് കർണാടകത്തിലെ ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴുള്ള ചേരുവകൾ വെച്ച് ചെയ്യാനായിട്ട് പറ്റണ പോലെ സിമ്പിളായിട്ട് ചെയ്തോന്നേ ഉള്ളൂ. നമ്മുടെ അവലിലേക്ക് പുളിയും എരിവും മധുരവും എല്ലാം കൂടി നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടും ഒരു പ്രത്യേക രുചിയാണേ. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. നമ്മുടെ ഈ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 2-3 മിനിറ്റ് മാത്രം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുവേ. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്